ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിംജിം വർക്കാണ്. റിംജിം വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് റിംജിം ത്രെഡ്. ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിംജിം വർക്ക് എന്ന് പറയുന്നത്. അല്ലാതെ വേറെ പ്രത്യേകതകളൊന്നുമില്ല. ഈ ഒരു ത്രെഡിനാണ് പ്രത്യേകത. മനസ്സിലായോ? ഈ ത്രെഡിനെയാണ് നമ്മൾ റിംജിം ത്രെഡ് എന്ന് പറയുന്നത്. ആ ഒരു ത്രെഡ് കണ്ടില്ലേ? ഒരു ഗ്ലിറ്ററുള്ള ഒരു ത്രെഡാണ് ഇത്. അപ്പോൾ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനെയാണ് റിംജിം വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ ഇന്ന സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഒരു ത്രെഡ് കൊണ്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ത്രെഡ് ഒരൊറ്റ ഇഴയേ ഉള്ളൂ. അല്ലാതെ നമ്മളെ മറ്റുള്ള ആങ്കർ ത്രെഡ് വെച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിരുന്നല്ലോ, അതിന് 3 സ്റ്റാൻഡ്സ് 6 സ്റ്റാൻഡ്സ് 2 സ്റ്റാൻഡ്സ് ഒക്കെ ഇട്ട് നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇതല്ല, ഒരൊറ്റ സ്റ്റാൻഡ്സേ ഉള്ളൂ. ആ ഒരൊറ്റ സ്റ്റാൻഡ്സിൽ തന്നെ ഒരറ്റം കെട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലാതെ രണ്ടറ്റം കൂട്ടി കെട്ടിയിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ ഇച്ചിരി തിക്കായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ പിന്നെ രണ്ട് അറ്റം കൂടെ കൂട്ടി കെട്ടുമ്പോൾ ഭയങ്കര തിക്കായിരിക്കും, അതത്ര ഭംഗിയുമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിന് ചെയ്യാം, എങ്കിലും ഒറ്റ ത്രെഡ് ഇട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടിയും നല്ലത്. അതുപോലെ തന്നെ ഇതിൽ ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അല്ലാതെ ഇന്ന സ്റ്റിച്ച് വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ചെയിൻ സ്റ്റിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ചെയിൻ സ്റ്റിച്ചും സാറ്റിൻ സ്റ്റിച്ചുമാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യുക. അതുപോലെ ഡ്രസ്സ് വർക്ക് ചെയ്യുന്നത് ഞാനിതിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് സ്റ്റിച്ച് മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ. അതായത് ഈ ഒരു ത്രെഡിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് മെയിനായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ത്രെഡ് ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോൾ ഈ റിംജിം ത്രെഡും ഉണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഈ ഒരു ത്രെഡിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം. അത് മോട്ടിഫ് ചെയ്യുന്നതും അതുപോലെ തന്നെ എങ്ങനെ ട്രേസ് എടുക്കുന്നതെന്നൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കാരണം ഫാഷൻ ഡിസൈനിങ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ എല്ലാ ക്ലാസ്സുകളും ഒന്ന് കണ്ടോളൂ. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾ പഠിക്കുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാനിവിടെയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പോയി പഠിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൂടുതലായിട്ടും ഈ ഒരു ക്ലാസ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതിൽ ഞാൻ എങ്ങനെയാണ് ഒരു സ്റ്റിച്ച് ബോർഡ് എടുക്കേണ്ടതെന്നൊക്കെ ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ എങ്ങനെ ട്രേസ് എടുക്കാം, മോട്ടിഫ് ചെയ്യാം എന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കാണാം കേട്ടോ എല്ലാവരും. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയും ചെയ്യും. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിടുക. ഇനി ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ച് സാറ്റിനാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസണലായിട്ടും ചെയ്തെടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും സാറ്റിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് വരച്ചെന്നേ ഉള്ളൂ. ലീഫിൻ്റെ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ത്രെഡ് പല കളേഴ്സിലും അവൈലബിൾ ആണ്. ഇത്തിരി റേറ്റ് ഉണ്ട്, 20 രൂപ എങ്ങാണ്ടാണ് ഞാൻ വാങ്ങുമ്പോൾ ഈ ഒരു ത്രെഡിൻ്റെ റേറ്റ്. പല ബട്ടൺ ഹൗസിലും പല റേറ്റ് ആയിരിക്കാം, എങ്കിലും ഒത്തിരി വില കൂടിയൊരു ത്രെഡാണിത്. അപ്പോൾ ഒരു ത്രെഡെങ്കിലും വാങ്ങിയിട്ട് എല്ലാവരും ഒന്ന് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഇങ്ങനെ കാണുന്നതിനേക്കാളും ബെറ്റർ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടോ എങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്കുകൾ എനിക്ക് എൻ്റെ ഇൻസ്റ്റ ID ഞാനിതിൽ മെൻഷൻ ചെയ്യാം സ്ക്രീനിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്കൊന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഏതൊരു സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വളരെ പതുക്കെ സമാധാനത്തിൽ ചെയ്താൽ മതി. സ്പീഡിലൊന്നും ചെയ്ത് തീർക്കരുത്. കാരണം ഈ ഹാൻഡ് വർക്കാണിത്. ഫിനിഷിങ്ങോട് കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സാവധാനത്തിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ. സ്പീഡിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഫിനിഷിങ് കുറവ് ഉണ്ടാവും, ഒട്ടും ഫിനിഷിങ് കിട്ടില്ല. പിന്നെ അത്രയും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നവർക്ക് അതൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആവുള്ളൂ. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് നല്ല വൃത്തിക്ക് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കമൻസുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. കണ്ടോ? അപ്പോൾ സാറ്റിൻ സ്റ്റിച്ച്
നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു വൃത്തി മീൻസ് നല്ലൊരു ഭംഗിയുണ്ട് ഈ ഒരു നമ്മൾ ഈ ത്രെഡ് കൊണ്ട് ഞാനൊരു ത്രെഡ് കൊണ്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ.